लेकिन एक सेकंड എന്താ സുഖം, നിനക്കൊക്കെ ഒരു ടെൻഷനും ഇല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാ പോരെ. എൻ്റെ ചാക്കോച്ച, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഈ ലോകത്ത് ഈ ഒരൊറ്റ സാധ്യതയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടീനെ നമ്മൾ 5 ആപ്പിൾ വാങ്ങാൻ അയച്ചു കഴിഞ്ഞാൽ ആ കുട്ടി 2 ആപ്പിളും കൊണ്ടാണ് തിരിച്ചു വരുവാണെങ്കിൽ ബാക്കി 3 ആപ്പിൾ ആ കുട്ടി തിന്നുന്നല്ലേ നമ്മൾ പറയുക. വേറെ എന്തൊക്കെ സാധ്യതകളുണ്ട്? 5 എണ്ണം വാങ്ങാൻ പണം തികയാത്തതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാവാം, കളഞ്ഞു പോയിരിക്കാം, വരുന്ന വഴി ആരെങ്കിലും വിശന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കൊടുത്തതാവാം. ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് പല പല സാധ്യതകളും ഉണ്ട്. പോലൊക്കെയുടെ വാക്കുകളാണേ. ഞാൻ ഈ പണിയെല്ലാം എടുക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷീണം വന്നപ്പോൾ ഒന്ന് കിടന്നു പോയതാ. നമ്മൾ വിചാരിച്ച് കൂട്ടുന്നത് പോലെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ധരിക്കരുത്. കാരണം നിങ്ങൾ ഇവിടുന്ന് ജോലിക്ക് പോകുമ്പം എല്ലാവരും കാണുന്നുണ്ടാവും, നിങ്ങൾ വരുന്നതും കാണുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളെ കാണുന്നത് ഈ 4 ചുവരുകൾ മാത്രം. ഇവിടുന്ന് ജോലി ചെയ്യുന്നത് ആരും കാണുന്നില്ല, ആരോടും പറയുന്നുമില്ല. പിന്നെ എന്തിനായിരുന്നു?